എനിക്ക് പടത്തിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ പടത്തിന്റെ ക്ലൈമാക്സ് ആണ്. ആ ഒരു സീൻ, ഒരു പോളി സീൻ എന്ന് തന്നെ പറയാം. കളങ്കാവൽ മൂവി, മമ്മൂക്ക നന്നായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത് ഈ സിനിമയ്ക്കകത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സൈനഡ് മോഹൻ എന്ന് പറഞ്ഞ കർണാടകയിലുള്ള ഒരു വ്യക്തിയുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് കളങ്കാവൽ എന്ന് പറഞ്ഞ ഈ മൂവി. സൈനഡ് മോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിലോട്ട് 100% പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. പടം ഒരു സ്ലോ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വരെ ഒരു സ്ലോ ബേസ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ്. ക്രൈം സീനുകളൊക്കെ വളരെ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കര വയലൻസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. വളരെ നോർമലായിട്ടൊക്കെയാണ് ആ ഒരു സീനൊക്കെ ചെയ്തിട്ടുള്ളത്. മാക്സിമം അവർ ആ ഒരു ക്രൈം അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ അത് കൺവേ ചെയ്തു. ഇപ്പം സൈനഡ് മോഹൻ എന്ന് പറഞ്ഞ വ്യക്തിയും കൊന്നിരിക്കുന്ന സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഒരുപാട് വയലൻസ് നിറഞ്ഞ ലെവലിലൊന്നും അല്ല അതിൻ്റെ ഒരു സീനുകളും കാര്യങ്ങളും. നോർമലായിട്ടുള്ള ഡെത്ത് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അറിയാലോ, സൈനഡ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് മരണം സംഭവിക്കുന്നത്. എല്ലാ ഫാമിലി ഓഡിയൻസിനും ഈ സിനിമ 100% പോയിരുന്ന് കാണാം. ഇതിലിങ്ങനെ അഡൽട്ടഡ് ആയിട്ടുള്ള ഒരു സീനോ കാര്യങ്ങളോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സെക്ഷൽ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അങ്ങനത്തെ സീൻസോ കാര്യങ്ങളൊന്നും അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ധൈര്യമായിട്ട് ഫാമിലി ഓഡിയൻസിന് തിയേറ്ററിൽ പോയി സിനിമ കാണാം. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടറാണ് വിനായകന്റെ ക്യാരക്ടർ. നത്ത് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പോലീസ് ഓഫീസറാണ്. നത്ത് എന്ന് പറയുന്നത് പതുങ്ങിയിരുന്ന് കേസ് തെളിയിക്കുക എന്നുള്ള ഒരു ക്യാരക്ടറാണ് വിനായകന്റെ ആ റോള്. 100% അതുപോലെ തന്നെയാണ് പടത്തിനകത്ത് വിനായകനും പെർഫോം ചെയ്തിരിക്കുന്നത്. വേറൊരു വിനായകനെ കാണുന്നത് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പടത്തിനകത്ത് പോരായ്മയായിട്ട് തോന്നിയത് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നില്ല. അത് മാത്രമേ ഒരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ പടത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണ്. പുള്ളി വേറെ ഇരിക്കുന്ന ഒരു ചെക്ക് ഷർട്ടും ഒരു ഫോർമൽ ടൈപ്പുള്ള ഡ്രസ് കോഡും കാര്യങ്ങളും, പിന്നെ ഒരു റേബൺ ഗ്ലാസും. ഈ പടത്തിനകത്ത് സ്മോക്കിംഗ് സ്റ്റൈൽ അതൊരു വേറെ ലെവലെന്ന് തന്നെ പറയാം. ഓരോ ഫ്രെയിമിലും പുള്ളി സ്മോക്ക് ചെയ്യുന്ന ആ ഒരു സ്റ്റൈല്, ആ ഹോൾസ് വിടുന്നത് നമ്മൾ ടീച്ചറിൽ കണ്ടിട്ടില്ലേ. ഇന്റർവെല്ലിൽ ഒരു സീനുണ്ട്, ആ ഒരു പൊളി സീൻ. എനിക്ക് ഇന്റർവെല്ലിൽ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പടത്തിനകത്ത്. കാര്യം ആ ഒരു ഫ്രെയിം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സിനിമ പോയി കാണാൻ നല്ലൊരു സിനിമ തന്നെയാണ്.